തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ രമേശ് ചെന്നിത്തല പോലും അറിയാതെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരവ് പുറത്തിറങ്ങി ജയിൽ മേലധികാരിക്ക് കിട്ടി, പിന്നീട് അത് ബി.ജെ.പി. കിട്ടി എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. അതായത് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള കെ.എം. ഷാജി മന്ത്രി പറഞ്ഞിരുന്നു ഒരു കാരണവശാലും സുഗതന് ഇതിൽ പങ്കെടുക്കാനോ അല്ലെ അവധി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകരുത്, ആ രീതിയിൽ കർശന നിർദ്ദേശം നൽകി. എന്നാൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി തന്നെ അതിന് അവസരം ഒരുക്കുന്ന രീതിയിൽ ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. അപ്പോൾ ഷാജിക്ക് മന്ത്രി എന്ന നിലയിൽ തദ്ദേശ വകുപ്പിൽ പുല്ലുവിലയാണോ? അതാണ് ഇപ്പോ, അതായത് ഷാജിയുടെ നിർദ്ദേശം മറികടന്ന് സുഗതന് അനുകൂലമായ റിപ്പോർട്ട് തദ്ദേശ ഭരണവകുപ്പിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ചിത്രക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ.എം. ഷാജി. അവർക്കെതിരെ അന്വേഷണത്തിന് ഷാജി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ വാഴോട്ടുകോണം വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് ആർ സുഗതൻ. പണ്ടത്തെ ആർ സുഗതനും ആലപ്പുഴ ഇനീഷ്യലും കൂടിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ സുഗതനും തിരുവനന്തപുരത്തെ സുഗതനും തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്, ഓട്ടോ ഡ്രൈവറും ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫയൽ ഈ സുഗതന് അവധി ആദ്യം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഫയലൊക്കെ നീങ്ങുന്നുണ്ട്, പിന്നെ തദ്ദേശ വകുപ്പിൽ നിന്ന് ഇതിനുള്ള അനുമതി വേണമല്ലോ. അതെ, തദ്ദേശ വകുപ്പിൽ നിന്ന് വേണം പിന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ വരാൻ. ആ ഫയല് ഷാജിയുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു കാരണവശാലും അനുമതി കൊടുക്കരുതെന്ന് ഷാജി ഫയലിൽ എഴുതിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചിത്ര അണ്ടർ സെക്രട്ടറി അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിന് കൊടുക്കുകയാണ് ചെയ്തത്. അത് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അത് രമേശ് ചെന്നിത്തല അറിയാതെ ആണല്ലോ ചെന്നിത്തല പറഞ്ഞിട്ട് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് തന്നെ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്, അവിടുത്തെ അണ്ടർ സെക്രട്ടറിക്ക് എതിരെ അന്വേഷിക്കാൻ. അപ്പൊ രണ്ട് മന്ത്രിമാര്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി, രണ്ട് മന്ത്രിമാർക്കും അവരവരുടെ വകുപ്പുകളിൽ പുല്ലുവില എന്നുള്ള അവസ്ഥയാണ് ഈ ഭരണത്തിൽ കാണുന്നത്. അപ്പോൾ സുഗതന്റെ അപേക്ഷ കിട്ടി, അവധിക്ക് അപേക്ഷ എന്ന് പറയുന്നത്. അപ്പൊ തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ആഭ്യന്തര വകുപ്പ് തദ്ദേശ വകുപ്പിന് എഴുതുകയാണ്, അവിടെ നിന്നും കൂടി എടുക്കണമല്ലോ. അപ്പൊ ജൂലൈ 18 തദ്ദേശ ഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി അനുകൂല റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് എത്തുന്നു. അപ്പോൾ സുഗതന്റെ അപേക്ഷ ഒരു എസ്കോർട്ട് പരോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപേക്ഷ. എസ്കോർട്ട് പരോൾ എന്ന് പറയുമ്പോൾ നേരത്തെ കസ്റ്റഡി പരോൾ, നമ്മൾ പാർലമെന്റിൽ 2 എംപിമാരുടെ കാര്യം പറയുമ്പോൾ, എഞ്ചിനീയർ റഷീദിന്റെയും അമൃത്പാൽ സിംഗിന്റെയും കാര്യം പറയുമ്പോൾ ഇവർക്ക് കസ്റ്റഡി പരോൾ അനുവദിച്ചിരുന്നു. അങ്ങനെയാണ് അവര് സ്പീക്കറുടെ മുമ്പിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഏതാണ്ട് അതിന് തുല്യമായ വിധത്തിൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് എസ്കോർട്ട് പരോൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അപേക്ഷ കൊടുത്തത്, സുഗതൻ. അതിൻ്റെ മുകളിലാണ് ഈ ആഭ്യന്തര വകുപ്പ് ഈ ജയിൽ മുഖേനയാണല്ലോ ഈ അപേക്ഷ വരുന്നത്, ജയിൽ സൂപ്രണ്ട് വഴിയാണ് അപേക്ഷ വരുന്നത്. അപ്പൊ അതില് ആണ് മറ്റേ ആഭ്യന്തര വകുപ്പ് തദ്ദേശ വകുപ്പിനോട് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പൊ എസ്കോർട്ട് പരോൾ അല്ല വേണ്ടത്, ഇയാൾക്ക് അവധി കൊടുത്തിട്ട് ഇയാൾക്ക് നിങ്ങളുടെ അവസ്ഥ സുരക്ഷിതമായിരിക്കും എന്നാണ്. ഇങ്ങനെ അവധി നിങ്ങൾ അപേക്ഷിച്ച് അവധി കിട്ടിക്കഴിഞ്ഞാൽ കൗൺസിലില് നിങ്ങളുടെ നില സുരക്ഷിതമായിരിക്കും എന്നാണ് ചിത്ര എഴുതിയിരിക്കുന്ന ആ ഉത്തരവ് നോട്ട്. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ അവധി മറ്റേ പ്രമേയം കൗൺസിൽ പാസ്സാക്കുന്നത്. അല്ല, ഈ തദ്ദേശ ഭരണ വകുപ്പിലെ നിയമത്തിനനുസരിച്ച് ഇപ്പം വേണമെങ്കിൽ ഇത് കൗൺസിലിലേക്ക് ഇങ്ങനെ കൊടുക്കാം, 6 മാസത്തെ അവധിക്ക് അപേക്ഷിക്കുക, എന്നിട്ട് കൗൺസിലിൽ വോട്ടെടുപ്പ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ശബ്ദ വോട്ടോടോ എങ്ങനെ വേണമെങ്കിലും തീരുമാനമെടുക്കാം. നിയമപ്രകാരം അങ്ങനെ ചില സാധ്യതകൾ ഉണ്ട് എന്നായിരിക്കില്ലേ അണ്ടർ സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ട്. അപ്പം നിയമമല്ലേ കൃത്യമായിട്ട് അണ്ടർ സെക്രട്ടറി ചിത്ര ചെയ്തിരിക്കുന്നത്
നിയമം ആണ്, നിയമപ്രകാരമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഷാജി നിയമവിരുദ്ധമായിട്ടൊരു നോട്ട് എഴുതിയാൽ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അണ്ടർ സെക്രട്ടറി കൂടും. അപ്പോൾ സെക്രട്ടേറിയറ്റിലും ഈ ഇത്തരം വകുപ്പുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഭാവിയും അവർക്ക് പെൻഷനൊക്കെ കിട്ടണ്ടേ, ഭാവി ഇതൊക്കെ നോക്കി നിയമപ്രകാരം മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആകെ ഷാജിക്ക് ചെയ്യാവുന്ന ഇവരെ മാറ്റി വേറൊരാളെ വെച്ചാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. നിയമപ്രകാരം അവധിക്ക് അർഹതയുണ്ട്. കാരണം ലോക്സഭയിലെ പാർലമെന്റിലെ കാര്യം ഞാൻ മുമ്പും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഈ ജയിലിൽ കഴിയുന്ന രണ്ടുപേരെ അവധിക്ക് അപേക്ഷ സ്പീക്കർക്ക് കൊടുക്കുന്നു. അവധി അപേക്ഷ അംഗങ്ങളുടെ അവധി അപേക്ഷ തീരുമാനിക്കുന്ന ഒരു സമിതി ഉണ്ട് അവിടെ. ആ സമിതിക്ക് റെഫർ ചെയ്യുന്നു സ്പീക്കർ. ആ സമിതി ഇത് പാർലമെന്റിന്റെ മുമ്പിൽ ഒരു പ്രമേയം പോലെ വെക്കുന്നു. അത്രയും ആളുകളുടെ അവധി ഒന്നിച്ച് പാസ്സാക്കുക, അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അതേ നിയമമാണല്ലോ. അതിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങളല്ലേ ഈ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്. കോർപ്പറേഷനിലൊക്കെ ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഒരാൾ കാലുമാറി എന്ന് പറഞ്ഞാൽ കാലുമാറ്റ നിയമം അവിടെ ബാധകാവില്ല. ഇപ്പൊ കെ ശ്രീകുമാർ CPM അംഗം ഈ അവധി അപേക്ഷ തീരുമാനിച്ച ആ ദിവസം ഹാജരായിരുന്നില്ല. നടപടിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. കടകംപള്ളിയുടെ അളിയനായിട്ടുള്ള ശ്രീകുമാർ. അപ്പോ കാലുമാറ്റ നിയമം ബാധകമല്ലാത്തതുകൊണ്ടാണല്ലോ ശ്രീകുമാർ ഒറ്റയ്ക്കും വരാതിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നുള്ള തോന്നലാണ് ചെയ്യുന്നത്. അപ്പൊ ഷാജിയുടെ നോട്ടിന്റെ പുറത്ത് അൺഒഫീഷ്യൽ നോട്ട് ചിത്രം എഴുതി എന്നാണ് ഷാജിയുടെ പരാതി. അങ്ങനെ അൺഒഫീഷ്യൽ നോട്ട് എഴുതി അട്ടിമറി നടത്തി ചിത്ര എന്നാണ് ഷാജി പറയുന്നത്. ഷാജിയുടെ വാചക ഞാനീ പറയുന്നത്, അട്ടിമറി നടത്തി എന്നുള്ളത്. അപ്പോൾ നഗരസഭയിൽ തന്നെയാണ് തദ്ദേശ ഭരണ അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസ് എന്നൊക്കെ ഉള്ളത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയും കേട്ടു. എന്തായാലും ഷാജി നിയമവിരുദ്ധമായി പറഞ്ഞൊരു കാര്യം അണ്ടർ സെക്രട്ടറി എന്തായാലും അംഗീകരിച്ചിട്ടില്ല. നിയമപ്രകാരമായിട്ട് തന്നെയാണ് സുഗതന്റെ കാര്യത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷെ ഈ ഷാജിക്ക് ഷാജിയുടെ വകുപ്പിൽ പുല്ലുവില എന്നുള്ള തോന്നൽ ഷാജിക്ക് ഉണ്ടായിട്ടുണ്ട്. ഷാജി ഇതിലും പെട്ടിട്ടുണ്ട്, മറ്റേ PM ശ്രീയുടെ കാര്യത്തിലും പെട്ടിട്ടുണ്ട്. PM ശ്രീ പല വാചകങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പൊ ഇടന്തടിച്ച് നിൽക്കുന്നത്. കാരണം അബ്ദുൾ വഹാബ് ഒരു ചോദ്യം ചോദിച്ചിട്ട് പാർലമെന്റില് സർക്കാരിന് വേണമെങ്കിൽ PM ശ്രീയിൽ നിന്നും മാറാം എന്ന് അവിടെ ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ KM ഷാജിക്ക് രാഷ്ട്രീയ ലാഭമായിരുന്നു വലുത്. ഇപ്പൊ ഈ അണ്ടർ സെക്രട്ടറിക്ക് അതല്ല വലുത്. കാരണം ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ അപേക്ഷ വന്നപ്പോൾ ഹോം ഡിപ്പാർട്ട്മെന്റ് നേരെ ഈ തദ്ദേശ ഭരണ വകുപ്പിലേക്ക് അയച്ചു. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിയമപരമായ നിലപാട്, ഇത് രണ്ടും വ്യക്തമാക്കാൻ പറ്റും. ആ നിലപാട് ഈ അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കിയിട്ട് ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറിക്ക് നൽകി. ഇതിൽ മന്ത്രിയെ വെട്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരം ചെയ്തതെന്ന് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുമ്പോൾ പൊതുജനങ്ങൾ അതൊക്കെ വിശ്വസിക്കും. അത് ഈ കന്നിമന്ത്രിയാണല്ലോ. പണ്ട് ഈ ബേബി ജോണിനെ പോലെയൊക്കെയുള്ള കേരള കിസിഞ്ചർ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ബേബി ജോണിനോടൊക്കെ ആയിരുന്നു വളരെ സീനിയർ മന്ത്രി ആയതുകൊണ്ടേ ഇടതുപക്ഷ മന്ത്രിസഭയിലെ വലിയ മന്ത്രിമാരും മുഖ്യമന്ത്രി വരെയൊക്കെ ബേബി ജോണിനോട് ചോദിക്കുമായിരുന്നു. ആ കാലത്ത് കാര്യങ്ങൾ അറിയുമായിരുന്നു അദ്ദേഹം. അവരൊക്കെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പറയുക. നിയമവിരുദ്ധമായിട്ട് ഷാജി ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു. ഷാജി അത് ചെയ്താണ്. ഷാജി നോട്ടിൽ കുറിക്കുന്നതിന് പകരം കുറിച്ചിട്ടുണ്ടെന്നാണ് ഷാജി പറയുന്നത്. അത് രമേശ് ചെന്നിത്തലയുടെ ബോധ്യത്തിന് വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. രമേശ് ചെന്നിത്തല ഷാജിയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ വിളിച്ചിട്ട് 2 മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക്. ഞാൻ പറഞ്ഞിരുന്നതാണ് അണ്ടർ സെക്രട്ടറി ചെയ്താണെന്ന് രമേശ് ചെന്നിത്തലയുടെ ബോധ്യത്തിന് പറഞ്ഞാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ സെക്രട്ടറിമാരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നിയമപ്രകാരം ചെയ്യുന്നതാണ് മന്ത്രിമാർക്ക് നല്ലത്. നിയമപ്രകാരം മാത്രമേ ഇത് ചെയ്യാനും പറ്റുള്ളൂ. ഷാജി നിയമവിരുദ്ധമായിട്ടാണ് ഒരു കാര്യം ചെയ്തത്, ആവശ്യപ്പെട്ടത്. അത് ഷാജി ഇനിയുള്ള യാത്രയിൽ ഒഴിവാക്കുന്നതായിരിക്കും ഷാജിക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനിയും സ്വന്തം വകുപ്പില് ഇതുപോലെ പുല്ലാണ് എന്നുള്ള തോന്നൽ ഷാജിക്ക് ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.